നല്ല നിലയിൽ പോകുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി 6 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പരസ്യമായ പ്രചരണം നടത്തേണ്ട ദിവസം അവസാനിക്കാൻ പോവുകയാണ്. കണ്ണൂർ പുതിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. കണ്ണൂരിൽ ആദ്യമായി NDAക്ക് അനുകൂലമായ ഒരു വീഡിയോ എഴുത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെ നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് കണ്ണൂർ ജില്ലയിൽ നടക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അണികളും പ്രവർത്തകന്മാരും വോട്ടർമാരും NDAക്ക് അനുകൂലമായി ചിന്തിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെയും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDFും UDFും മാറി മാറി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സാറിൻ്റെ ഓപ്പോസിറ്റ് ആയാലും KPCC പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ MV ജയരാജനും ഇവരൊക്കെയാണ് മത്സരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ജനങ്ങൾ ഈ രണ്ടുപേരെയും മടുത്തിരിക്കുന്നു. കാരണം ഇതുവരെയുള്ള ഇന്ത്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മാറി മാറി ജയിച്ചത് ഇടതുപക്ഷവും വലതുപക്ഷമാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ജയിച്ചിട്ടും കണ്ണൂർ പാർലമെൻറ്റ് സമഗ്രമായ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ഈ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ ഏറെ നിരാശയോടുകൂടി എന്നോട് സംസാരിച്ചത്. അതുകൊണ്ട് ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ KPCC പ്രസിഡൻ്റായാലും ശരി, പോളിറ്റ് ബ്യൂറോ മെമ്പറായാലും ശരി, അവരൊക്കെ കണ്ണൂരിൽ തികച്ചും അപ്രസക്തമാണ്. കാരണം അവരൊക്കെ ജനങ്ങൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട ആളുകളാണ്. 2 ടേമായിട്ട് UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചു പോയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പാർലമെൻറ്റിൽ പോലും പോകാറില്ല എന്ന് കണക്കുകൾ പറയുന്നു. നിയോജകമണ്ഡലത്തിൽ ലഭിക്കേണ്ട ഫണ്ടുകൾ പോലും വിനിയോഗിക്കാൻ കഴിയാതെ ദയനീയ പരാജയമായ ഒരു MP വീണ്ടും മത്സരിക്കുമ്പോൾ ജനങ്ങൾ അതിനെ വളരെ പുച്ഛത്തോടു കൂടി കാണുന്നു. അദ്ദേഹത്തിനൊന്നും കഴിയില്ല എന്നായ സ്വയം പ്രഖ്യാപിച്ചാണ്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ കണ്ണൂരിൽ പുതിയ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ വക്താവാണ്. അപ്പോൾ ഈ 2 പേരെയും മാറ്റി നിർത്തണമെന്ന് കണ്ണൂരിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. അത് പുതിയ തലമുറ വളരെ ശക്തമായി ഏകദേശം 30% വരുന്ന പുതിയ തലമുറ കണ്ണൂരിൽ പുതിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ച ഒരു മാറ്റം കണ്ണൂരിൽ ഉണ്ടാകും. ഈ 2 പേരായതുകൊണ്ട് NDAക്കാർക്ക് എന്തെങ്കിലും ബേജാറുണ്ട് അങ്ങനെയൊന്നും ധരിക്കണ്ട. ഈ 2 പേര് തികച്ചും അപ്രസക്തമാണ്, പരാജയപ്പെട്ട പരീക്ഷണങ്ങളാണ്. ഈ 2 മുന്നണികളെയും നമ്മൾ ജനങ്ങൾ മത്സരിച്ച് വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ പോയി സംസാരിക്കാൻ കഴിയാതെ ഈ 5 വർഷക്കാലത്തിനിടെ ഒരു തവണയാണ് അദ്ദേഹം എഴുന്നേറ്റ് നിന്നത്. 25 കോടി ഫണ്ട് ലഭിച്ചിട്ട് 19 കോടി ലാപ്സാക്കിയ ഒരു MP ആണ്. കണ്ണൂരിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ട് പോലും ലാപ്സാക്കുന്ന ഒരു MPയെ ജനങ്ങൾക്ക് ആവശ്യമില്ലാതെ തീരുമാനിച്ചിട്ടുണ്ട്. ഇടതുപക്ഷമാണെങ്കിൽ ബോംബ് രാഷ്ട്രീയമാണ്, അവർക്ക് പുതിയ കാഴ്ചപ്പാടുകളില്ല. അവർ 2 പേരും ഒന്നിച്ച് മത്സരിക്കേണ്ടവരാണ്. ഇവിടെ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർ ഇങ്ങനെ മത്സരിക്കുകയാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ജനങ്ങൾ ഇത്തവണ അതിനൊക്കെ മാറ്റമുണ്ടാക്കി വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. സാറേ, കണ്ണൂർ ലോക്സഭാ മണ്ഡലം വെച്ച് നോക്കുമ്പോൾ തീരദേശ പ്രദേശവും അതോടൊപ്പം തന്നെ കുടിയേറ്റ മേഖലയും മലയോര പ്രദേശവും കൂടി ഉൾപ്പെടുന്നതാണ് ഈ ലോക്സഭാ മണ്ഡലം. മലയോര ജനതയുടെ ഒരു വലിയൊരു പ്രശ്നം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട്. അത് വന്യമൃഗ ആക്രമണവും കർഷകർക്ക് കൃഷിയിടത്തിൽ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ്. ഈ ഒരു വിഷയത്തിൽ NDAയുടെ സ്ഥാനാർത്ഥി നിലയിൽ സാർ എന്ത് നിലപാടായി എടുക്കുന്നു? കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് പോലും വിനിയോഗിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. ഞാനിപ്പോൾ മലയോര മേഖലയായ കൂട്ടുപുഴ തൊട്ട് ആലക്കോട് എല്ലാ പ്രദേശത്തും സഞ്ചരിച്ചാൽ കൂട്ടുപുഴയിലെ പേരട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ നിരവധിയായ ആളുകൾ എന്നെ കാണാൻ വന്നു. പേരട്ടയിലെ ഒരു കുന്നിൻപുറത്ത് 2 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ച് അവർക്കുണ്ടായ നഷ്ടങ്ങൾ ഞാൻ നേരിൽ കണ്ടു. രാത്രി കാലത്ത് ആ പ്രദേശത്തെ മലയോര മേഖലയിലെ ആളുകൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറേ കാലമായി. വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാനകളുടെ ശല്യം ആ പ്രദേശത്തുണ്ടായിട്ട് ഏകദേശം 46 കോടിയോളം രൂപ കേരളത്തിന് വേണ്ടി വൈദ്യുത കമ്പി വേലി സ്ഥാപിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടും ആ പ്രദേശങ്ങളിലൊന്നും വൈദ്യുതി കമ്പി വേലി സ്ഥാപിച്ചിട്ടില്ല. നിങ്ങളറിയാം, 6 ഫാമിനകത്ത് മാത്രം 16ഓളം അവിടുത്തെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 46ഓളം ആളുകൾ കണ്ണൂർ ജില്ലയിൽ വനമേഖലയിൽ നിന്ന് മലയോര മേഖലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ സമ്പാദ്യം, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായ നാണ്യവിളകൾക്ക് അവർക്ക് വില ലഭിക്കുന്നത്. ഇപ്പം മിനിയാന്നത്തെ കണക്ക് പ്രകാരം ഞാൻ സംസാരിച്ചപ്പോൾ ഇരിട്ടി പോലെയുള്ള സ്ഥലത്ത് ഞാൻ വിലയെടുത്തപ്പോൾ 150 രൂപയാണ് റബ്ബറിന് ലഭിക്കുന്നത്. മിനിമം 250-ൽ കൂടുതൽ രൂപ റബ്ബറിന് വില ലഭിച്ചാൽ മാത്രമേ, കിലോവിന് ലഭിച്ചാൽ മാത്രമേ ലാഭകരമായി ആ കൃഷി അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് ഈ കർഷകരുടെ പ്രശ്നത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും. റബ്ബറിനും നാളികേരത്തിനും കശുവണ്ടിക്കും താങ്ങ് വില നിശ്ചയിക്കാൻ ഞാൻ പാർലമെൻറ്റിനകത്ത് പോരാടുമെന്നാണ് മലയോര പ്രദേശത്തെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. തീരദേശത്തെ പ്രശ്നങ്ങൾക്കും ഇതുപോലെയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കടലോര മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ അവർക്ക് കൂലിയും അവർക്ക് ആനുകൂല്യവും ലഭിക്കുന്നില്ല. ഒപ്പം തന്നെ മത്സ്യസമ്പത്തുകൾ സമുദ്ര തീരത്ത് സമുദ്രത്തിലുള്ള മത്സ്യസമ്പത്തുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം പട്ടിണിയും പരിവട്ടവുമായാണ് ഈ നമ്മുടെ തീരദേശ മേഖലയിലുള്ള ആളുകൾ പോകുന്നത്. ഈ 2 മേഖലയും
പരിപോഷിപ്പിക്കുന്നവന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ ഉണ്ടാകും, അവർക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സാറേ, മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചെങ്കിലും ഇതുവരെയും അത് പ്രസിദ്ധീകരിക്കാനോ അതും നടപടിയെടുക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ന്യൂനപക്ഷമാവുന്ന ഈ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് സാറ് എന്തു ചെയ്യും? ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി ഞാനെന്ത് ചെയ്യില്ല. പൊതുവെ ഒരു ജനസമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി കേരളത്തിലെ ക്രൈസ്തവ സഭ ഒരു ഭീഷണി നേരിടുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് ഭീഷണിയില്ല. അവരുടെ ഭൂരിപക്ഷം കുറയുന്നത് അല്ലെ ജനസംഖ്യ കുറയുന്നത് അത് അവരുടേതായ കാര്യങ്ങളാണ്. അത് ആരുടെയും നിർബന്ധപരമായിട്ടുണ്ടായതല്ല. പക്ഷേ പൊതുവേ പറയാനുള്ളത് കേരളത്തിൽ ക്രൈസ്തവർക്ക് ഭീഷണിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പം മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെ തന്നെ ക്രൈസ്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിൽക്കും. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. എല്ലാ മതവിഭാഗങ്ങൾക്കും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാനും സാധിക്കണം. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവർ പ്രത്യേക ഭീഷണി നേരിടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തന്നെയാണ് എൻ്റെ പാർട്ടിയും കാഴ്ചപ്പാട്. ക്രൈസ്തവർക്ക് കേരളത്തിൽ ഒരു ഭീഷണിയുമില്ല. ക്രൈസ്തവരെ നല്ല നിലയിൽ നോക്കുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ് ഉണ്ട്. ക്രൈസ്തവരുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് അവരൊക്കെ പോകുന്നത്. മറ്റൊരു വിഷയം, ഇപ്പോൾ മണിപ്പൂർ വിഷയം ഉയർത്തി വരുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ മേഖലയിലും, കണ്ണൂരിൽ നിന്നല്ല എല്ലാ മേഖലയിലും മണിപ്പൂർ വിഷയം, അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ ആക്രമിക്കപ്പെടുന്നു. ഇന്നലെയും അങ്ങനെ ഒരു വിഷയം മാധ്യമങ്ങളെല്ലാം വന്നായിരുന്നു. സംഭവങ്ങളുടെ അതൊക്കെ അപലപിക്കപ്പെടേണ്ടതാണ്. എന്തായാലും മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് ഇന്ത്യൻ പാർലമെൻറ്റ് പ്രധാനമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അവിടെയും പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അതൊക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ, ഇടത് വലത് രാഷ്ട്രീയക്കാർ, അവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ്. അവരിതൊക്കെ തന്നെ വെറുതെ മുതലക്കണ്ണീർ ഉറക്കുന്നതാണ്. അവർക്കിതിലൊന്നും സത്യസന്ധമായ, നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും അധികം മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച ഇടതുപക്ഷക്കാരാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ഇസ്ലാമികളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഏറ്റവും അധികം പീഡിപ്പിച്ചവരാണ്. അതുപോലെ തന്നെ ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കുന്നവർ ഇവിടെ ഇസ്ലാമുകളല്ലേ, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരല്ലേ. നിങ്ങൾക്കറിയാം മെത്രാനെയും അതുപോലെ തന്നെ ബിഷപ്പുമാരെയും തെറിവിളിക്കുന്ന മുഖ്യമന്ത്രിയുള്ളൊരു നാടാണ്. ആരാണ് ജോസഫിനെ കൈവെട്ടിയത്? ഈ കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ടാണ് അവർക്ക്. അല്ലെങ്കിൽ ജിഹാദികൾക്ക് എവിടെയാണ് കൈവെട്ടാനുള്ള അവസരം ഉണ്ടാകുക? അപ്പോൾ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ അവരുമായി ചേർന്നാണ് ഇവിടെ UDF മത്സരിക്കുന്നത്. നിങ്ങളറിയാം, SDPA-കാരൻ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്കാണ്. കേരളത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് ജിഹാദികൾക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ച് മതന്യൂനപക്ഷങ്ങളായ ജോസഫ് മാഷിയുടെ കൈവെട്ടിയവർക്ക് പോലും പിന്തുണ കൊടുക്കുന്ന, അവരുടെ പിന്തുണ സ്വീകരിക്കുന്ന ഈ മുന്നണികളെയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. ഞങ്ങൾ ഒരു ന്യൂനപക്ഷത്തെയും ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ന്യൂനപക്ഷങ്ങളും ഇന്ത്യയിൽ ഉണ്ടാകണമെന്നും ആ മതന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് NDA എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അവസാനമായിട്ട് കഴിഞ്ഞൊരു 3-4 ടൈം നോക്കി കഴിഞ്ഞാൽ BJPക്ക് NDAക്ക് വോട്ടിംഗ് ശതമാനം കൂടുതലാണ്. കണ്ണൂർ മണ്ഡലത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് വിജയം അത് എത്ര പ്രതീക്ഷയുണ്ട്? വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ഇത്തവണ ഞാൻ മത്സരിക്കണം. കണ്ണൂരിൽ ആദ്യമായി NDAക്ക് അനുകൂലമായ തരംഗമുണ്ടാകും. വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചൊക്കെ മറന്നുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും പഴയ 2019 വോട്ടിംഗ് പാറ്റേൺ പറയണ്ട. 2019 ശേഷം കണ്ണൂർ ജില്ലയിലെ വോട്ടിംഗ് ശതമാനം മാത്രമല്ല, വോട്ടർമാർ വർദ്ധിച്ചിട്ടുണ്ട്. 30% വരുന്ന പുതിയ ചെറുപ്പക്കാരാണ്. 20-നും 30-നും വയസ്സിനും ഇടയിലുള്ള 30% വരുന്ന ഈ ചെറുപ്പക്കാരിലാണ് എൻ്റെ വിശ്വാസം. അവർ എനിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. കണ്ണൂരിൽ ആദ്യമായി താമര വിരിയും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ 2 അക്കത്തിലേക്ക് BJP കടക്കും. അതിലൊന്ന് കണ്ണൂരായിരിക്കും.